ഹലോ അസ്സലാമു അലൈക്കും. ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ? അൽഹംദുലില്ലാ ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ആട്ടപ്പൊടി വെച്ചിട്ടുള്ള ഒരു ദോശേൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു ദോശയാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് മടുത്തവർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അതുപോലെ നമ്മൾ രാത്രിയിൽ ഡെയിലി ചപ്പാത്തി കഴിക്കുന്നവരുണ്ടാവും കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ ഒരു ദിവസമെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇതിന് നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിനൊരു പ്രത്യേക ഫ്ലേവറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കറി ഇല്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ദോശയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക നോക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പുതിയതായിട്ടുള്ള കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ലൈക്കും കൂടെ അടിക്കാൻ വേണ്ടിയിട്ട് മറക്കല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഗോതമ്പ് പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ആട്ടപ്പൊടിയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അതെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു അളവാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഒരു കപ്പ് മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ടില്ല, എന്നാലും ഒരു കപ്പിൻ്റെ അടുത്ത് വരെ ഉണ്ട് ഗോതമ്പ് പൊടി. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഗോതമ്പ് പൊടി നിങ്ങൾ എത്ര എടുത്താലും കോഴിമുട്ട ഒരെണ്ണം തന്നെ മതിയാകും കേട്ടോ. ഇപ്പോൾ 2 കപ്പ് 3 കപ്പൊക്കെ എടുത്താലും കോഴിമുട്ട ഒരെണ്ണം തന്നെ മതിയാകും. ഇപ്പോൾ ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇത് കൈ വെച്ചിട്ട് ആദ്യം ഒന്ന് ഞെരടി എടുക്കണം കേട്ടോ. നമുക്ക് ആ ഒരു കോഴിമുട്ട ഉപ്പ കൂടിയിട്ട് നന്നായിട്ട് നമ്മുടെ ആ ഒരു പൊടിയിൽ മിക്സ് ആവുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ഞെരടി തിരുമ്മി എടുക്കണം കേട്ടോ. അപ്പോൾ സാവധാനമാക്കിയിട്ട് തന്നെ ഒന്ന് ഞെരടി തിരുമ്മി എടുക്കുക. ഇപ്പം നമ്മുടെ ആ ഒരു പൊടി തിരുമ്മി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിത് ആദ്യം 1 കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 1.5 കപ്പ് വെള്ളം ഒക്കെ വേണ്ടി വരും കേട്ടോ. അപ്പം നമ്മളെടുത്ത പൊടിക്ക് അനുസരിച്ചിരിക്കും വെള്ളത്തിൻ്റെ അളവ് കേട്ടോ. അപ്പോൾ ഗോതമ്പ് പൊടിയൊക്കെ ആണെങ്കിൽ ചിലപ്പം കുറച്ചും കൂടെ ഒക്കെ വെള്ളം വേണ്ടി വരും. അപ്പം ഞാൻ ആട്ടപ്പൊടിയാണ്, നമ്മുടെ പാക്കറ്റിൽ കിട്ടുന്ന ആട്ടപ്പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ പൊടിക്ക് അനുസരിച്ചിട്ടാണ് വെള്ളത്തിൻ്റെ അളവ്. ലാസ്റ്റ് നിങ്ങൾ ആ ബാറ്ററിൻ്റെ ഒരു പാകം നോക്കിയാൽ മതി. അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ആ ദോശയ്ക്കും ഒരു പ്രത്യേകത ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് കൈ വെച്ചിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ കട്ടയൊന്നും ഇല്ലാണ്ട് വേണം നമുക്കിത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറേശ്ശായിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കലക്കിയെടുക്കുക. അപ്പോൾ ആദ്യം ഞാനൊരു കപ്പ് വെള്ളം എടുത്ത് കഴിഞ്ഞു. 1.5 കപ്പ് 1/2 കപ്പ് വെള്ളം കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. മിക്സിയിൽ അടിച്ചു കൊടുക്കുകയൊന്നും ചെയ്യരുത്, നമ്മളിതുപോലെ കലക്കിയെടുക്കുക തന്നെ ചെയ്യണം. വീണ്ടും ഞാൻ ആ ഒരു വെള്ളം കൂടി കുറേശ്ശെ ആക്കിയിട്ട് ചേർത്തിട്ട് നമുക്ക് നല്ലോണം കലക്കിയെടുക്കാം കേട്ടോ. കൈ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അത് കട്ടയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കിട്ടും. 1.5 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. നമ്മുടെ ബാറ്ററിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് കണ്ടത് ഈ ഒരു രീതിക്കാണ് ബാറ്ററി ഇരിക്കേണ്ടത്. ഒത്തിരി കട്ടി ഉണ്ടാവേണ്ട, അതുപോലെ തന്നെ ഒരുപാട് അങ്ങോട്ട് ലൂസായിട്ടും പോവേണ്ട കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ചെറിയൊരു താളിപ്പ് ഒഴിച്ചു കൊടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലിലേക്ക് നമുക്ക് വേണ്ടി വന്നിട്ടുള്ളത് ചുമന്നുള്ളി, കുറച്ചധികം തന്നെ ചുമന്നുള്ളി കട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതാ എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചെറിയ ജീരകം ഒന്ന് പൊട്ടി വരട്ടെ കേട്ടോ. ദോശയിൽ ആ ചെറിയ ജീരകത്തിൻ്റെ ആ ഒരു ഫ്ലേവറും കഴിക്കുമ്പോൾ കിട്ടുമ്പോഴൊക്കെ നല്ല ടേസ്റ്റ് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് കുറച്ചധികം തന്നെ ചുമന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ കറിയൊക്കെ വറവിടാൻ വേണ്ടിയിട്ട് ചുമന്നുള്ളിനെ മൂപ്പിച്ചെടുക്കുമല്ലോ, അതുപോലെയല്ല നമുക്കിതിൽ ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ളത്. നമ്മൾ സവോള വഴറ്റിയെടുക്കുമല്ലോ, ഇങ്ങനെ വഴന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു പരുവം, ആ രീതിയിലാണ് കേട്ടോ നമുക്ക് ഈ ഒരു ഉള്ളി കിട്ടേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അത് ഒരു ലോ ടു അല്ലെങ്കിൽ മീഡിയത്തിൽ ഇട്ടിട്ട് വഴറ്റി കൊടുത്താൽ മതി കേട്ടോ. നല്ലോണം മൊരിപ്പിച്ചെടുക്കരുത്. അപ്പോൾ അത് ഈ ഒരു പാകത്തിലാണ് വേണ്ടത്. ഉള്ളി നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി എണ്ണയുടെ ആ ചൂട് നല്ലോണം ഒന്ന് മാറി ചെറിയ ലൈറ്റായിട്ടുള്ള ഒരു ചൂടായി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ചൂടോട് കൂടിയിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒഴിക്കുന്ന സമയത്തുള്ള ആ ഒരു ഭാഗത്തെ മാവെല്ലാം പെട്ടെന്ന് വെന്ത് കട്ടയായിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് ചെറിയ ലൈറ്റായിട്ടുള്ളൊരു ചൂട്, ആ ഒരു ചൂടാറുന്നത് വരെ അവിടെ വെച്ചിട്ട് തണിഞ്ഞതിൻ്റെ ശേഷം നമുക്കിത് ആ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പം തന്നെ ഞാൻ ആ ഒരു വറവ് മൊത്തം നമ്മുടെ ബാറ്ററിൽ ഒഴിച്ചു കൊടുത്തിട്ട് ആ ഒരു എണ്ണയോട് കൂടിയിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഈ ഒരു ദോശയ്ക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ ഈ വറവ് ഒഴിച്ചതിൻ്റെ ആ ഒരു ഫ്ലേവറും ആ ഒരു അടിപൊളിയായിട്ടുള്ളൊരു ടേസ്റ്റൊക്കെ ആയിട്ട് ഉണ്ടാവുക. ഒരു എണ്ണയുടെ ടേസ്റ്റും ഒക്കെ ഉണ്ടാവും. അപ്പോൾ വെളിച്ചെണ്ണയല്ല, ഞാൻ ഓയിലാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിത് പാന് ചൂടായി വരുന്ന സമയത്ത് പാനിൽ ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം.
അപ്പോൾ പാനിന് ഒരു ഇത്തിരി ചൂട് കൂടുതലുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ആ മാവ് ഒഴിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചല്ലോ. അപ്പോൾ പാനൊക്കെ ഒന്ന് ലെവലാക്കി നിർത്തല്, അതിൻ്റെ ചൂടൊന്ന് ലെവലാക്കി നോക്കുക കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇത്തിരി ഞാൻ ഓയിലോ നെയ്യോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് നിർബന്ധമില്ല, നമ്മുടെ ആ ഒരു ബാറ്ററിൽ തന്നെ എണ്ണയുടെ ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പം താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പം ഞാനത് കുറച്ചൊന്ന് തടവി കൊടുത്തിട്ട് ഞാനൊന്ന് മൊരിപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിന് തടവി കൊടുക്കുക, വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക, എന്നിട്ട് നമുക്ക് ഒന്ന് മൊരിപ്പിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനത് ആദ്യം മുഴിച്ചത് എടുക്കുമ്പോൾ അത് വീഡിയോയിൽ പെട്ടിട്ടില്ല, ക്യാമറ ഓഫ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ടോ, ഈ രീതിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് നന്നായിട്ട് മൊരിപ്പിച്ചിട്ട് എടുക്കണമെങ്കിൽ അത് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്താൽ മതി. നല്ലോണം ഒന്ന് മൊരിപ്പിച്ചിട്ടാണെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് എണ്ണയൊക്കെ സ്പ്രെഡ് ചെയ്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മൊരിപ്പിച്ചെടുക്കാം. നമ്മൾ ആ ചുമന്നുള്ളിയൊക്കെ ചേർത്തതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. ആ ഒരു ഉള്ളിയൊക്കെ ഇങ്ങനെ മൂത്ത് വരുന്ന ആ ഒരു മൊരിഞ്ഞ് വരുന്ന ആ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവും. നല്ല അടിപൊളിയാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഞാനിതാ ബാക്കിയുള്ളതും കൂടെ ഒന്ന് ചുടട്ടെ. അപ്പോൾ കനം കുറച്ചിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇങ്ങനെ തിന്നായിട്ട് ഉണ്ടാക്കുമ്പോഴാണ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് കട്ടിയിലാണ് വേണ്ടത് വെച്ചെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയാൽ മതി. രണ്ട് ഭാഗം ഒന്ന് മൊരിപ്പിച്ചെടുത്താൽ മതി. കണ്ടത് ഇതും ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ദോശ ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്നും ചപ്പാത്തിയൊക്കെ കഴിച്ച് മടുത്തവർക്ക് ഉണ്ടാക്കാനും, അതുപോലെ തന്നെ ഗോതമ്പ് ദോശ വെറുതെ നമ്മൾ കലക്കി ചുട്ടെടുക്കുമ്പോൾ ഇഷ്ടമില്ലാത്തവരുണ്ടാവും. അപ്പോൾ അവർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഗോതമ്പ് ദോശ കഴിക്കാത്തവരാണെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കഴിക്കട്ടെ, ഒരു പ്രത്യേക ടേസ്റ്റും ഫ്ലേവറും ഒക്കെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്കും കൂടെ അടിക്കണേ. നമ്മുടെ ചാനലിൽ ഒത്തിരി വെറൈറ്റി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഒന്ന് കണ്ടു നോക്കി നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് തരിക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ വീഡിയോസിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കല്ലേ. അപ്പോൾ ഇനി ചപ്പാത്തിയൊക്കെ മടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമുക്ക് നോമ്പൊക്കെ തുറക്കുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയ, ഇപ്പോൾ രാത്രിയൊക്കെ ഉണ്ടാക്കാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നവർക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. തീർച്ചയായിട്ടും ട്രൈ ആക്കി നോക്കുക കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് തരാം. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.